ഇനി ഹോർമുസ് കടലിടുക്ക് അടഞ്ഞാലും മറ്റിടങ്ങളിൽ യുദ്ധം ഉണ്ടായാലും ഇന്ത്യയെ സംബന്ധിച്ച് 3 മാസത്തേക്ക് ടെൻഷൻ അടിക്കാതെ മുൻപോട്ട് പോകാനുള്ള ഒരു വലിയ ഒരുക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. ചൈനയുടെ വഴി ഇന്ത്യയും സ്വീകരിക്കുകയാണ്. 3 മാസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരം സംഭരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഇന്ത്യ. നിലവിൽ 2 മാസത്തെ ക്രൂഡ് ഓയിൽ ശേഖരമാണ് നമുക്ക് ഉള്ളത്. അത് 3 മാസത്തേക്ക് കൂടി മാറ്റുകയാണ്. അതിനുവേണ്ടി വികസിപ്പിക്കുകയാണ്. 90% ഇന്ധനവും ഇല്ലെങ്കിൽ ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ യുദ്ധസമാനമായ സാഹചര്യത്തിന് ശേഷം ആ സാഹചര്യം മാറിയാൽ ഉടൻ തന്നെ നമ്മുടെ ഈ ക്രൂഡ് ഓയിൽ ശേഖരത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇത് സംബന്ധിച്ച് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കൊക്കെ സർക്കാർ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡിന്റെ കീഴിലുള്ള വിശാഖപട്ടണം, മംഗളൂരു, പദൂർ എന്നിവിടങ്ങളിലുള്ള സംഭരണശാലകളുടെ വ്യാപ്തി അല്ലെങ്കിൽ അളവ് കൂട്ടുക, പുതിയതായിട്ടുള്ള സംഭരണശാലകൾ നിർമ്മിക്കുക തുടങ്ങിയവയാണ് ഇപ്പോൾ ഈ നീക്കത്തിന് പിന്നിലുള്ളത്. 5.33 മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് വർദ്ധിപ്പിച്ച 3 മാസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരമാക്കി മാറ്റുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ചൈനയെ സംബന്ധിച്ച് അവർക്ക് 6 മാസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട്. ഇന്ത്യക്ക് ഇപ്പോൾ 2 മാസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരം മാത്രമേ ഉള്ളൂ. അതായത് പ്രതിസന്ധി ഉണ്ടായാലും 2 മാസത്തേക്ക് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. അത് വർദ്ധിപ്പിച്ച 3 മാസത്തേക്കുള്ള ക്രൂഡ് ഓയിൽ ശേഖരത്തിലേക്ക് എത്തിക്കുക എന്നാണ് ഇപ്പോൾ ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ആദ്യം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് നിർദ്ദേശം പോയിട്ടുള്ളതെങ്കിൽ തന്നെയും സ്വകാര്യ മേഖലയിലുള്ള റിഫൈനറികൾക്കും മറ്റും അധികം വൈകാതെ ഇത്തരമൊരു നിർദ്ദേശം പോകുമെന്ന് കൂടി അറിയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.